യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ച് നടന്ന അനുഗ്രഹീത ദൈവവചന ശുശ്രൂഷ. കൃപയെ വ്യർത്ഥമാക്കരുത്. പ്രിയരെ, നിങ്ങളോട് ആരെങ്കിലും പറയാണ് വളരെ എളുപ്പമാ അങ്ങോട്ടേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ, വളരെ എളുപ്പമാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണോ, എന്റെ കർത്താവിന്റെ ദാസനെ, ഞാന് കർത്താവ് യേശുവിനെ വിശ്വസിക്കണോ അങ്ങേ വിശ്വസിക്കണോ? അങ്ങ് പറ. എന്റെ യേശു പറഞ്ഞു, ജീവനിലേക്കുള്ള വഴിയും വാതിലും വളരെ ഞെരുക്കമുള്ളതാണ്, വളരെ എടുക്കമുള്ളതാണ്. അതിലൂടെ കടക്കാൻ എളുപ്പമല്ല, അതിലൂടെ കടക്കണമെങ്കിൽ പോരാടണമെന്ന്. അങ്ങ് പറയണു വേറെ ഒന്നും വേണ്ട, ചുമ്മാ ഒന്ന് കൈവയ്ക്കാ മതി, ഞാൻ ഏത് വിശ്വസിക്കണമെന്ന് എന്റെ കർത്താവിന്റെ ദാസനെ അങ്ങ് തന്നെ എന്നോട് പറഞ്ഞതാ. ഞാൻ അങ്ങേ വിശ്വസിക്കണോ അതോ എന്റെ യേശുവിനെ തങ്കിലെ ചോര തന്ന് എന്നെ വീണ്ടെടുത്ത എന്റെ യേശുവിനെ വിശ്വസിക്കണോ? എന്റെ ശബ്ദവർത്തി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ പറ, നിങ്ങൾ ആരെ വിശ്വസിക്കും? യേശുവിനെ വിശ്വസിക്കും എങ്കിൽ പ്രിയരെ, എന്നെ കാണുന്ന വ്യക്തികളെ നിങ്ങളും ആ യേശുവിനെ വിശ്വസിക്കുക. പ്രാർത്ഥനയോടെ ഈ സന്ദേശം നമുക്ക് ശ്രവിക്കാം. ദൈവവചനം പറയുകയാണ്, ജീവനിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ്. ആ ജീവനിലേക്കുള്ള വഴി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എളുപ്പമല്ല. അത് വഴിയും ഞെരുങ്ങിയതാ, ഇടുങ്ങിയതാ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കടക്കുന്നവരാണോ? കടക്കുന്നവരല്ല, കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആമേൻ, ഹല്ലേലൂയ. ഇനി കടക്കുന്നവരുടെ കാര്യം നിങ്ങൾ അറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 23-ാം വാക്യത്തില് ശിഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് പലർക്കും ഒരു സംശയമുണ്ടാകും, കർത്താവേ, ഞങ്ങള് ദൈവരാജ്യം അവകാശമാക്കാൻ ഞങ്ങൾ പലപ്പോഴും കേട്ടിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് എന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. ഇനി അങ്ങയുടെ അഭിപ്രായം എന്താ? നമ്മൾ ഈ TV മാധ്യമക്കാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഓരോ മൈക്കും കൊണ്ട് ചെന്നിട്ട് റോട്ടിൽ കൂടി പോണവരുടെയും അവരോട് ഇവരോടൊക്കെ മൈക്ക് കൊണ്ട് ചോദിക്കും, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതേപോലെ ശിഷ്യന്മാര് കർത്താവിനോട് പോയൊരു അഭിപ്രായം ചോദിക്കുകയാ. ഞാൻ പാരഫ്രൈസ് ചെയ്യുകയാണ്, അതായത് വിശദീകരിച്ചെന്ന് പറയുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ വിശദീകരിച്ച് പറയുക. ഞങ്ങൾ കേട്ടിട്ടുള്ളത്, ഒന്ന് കൈ ഉയർത്തി യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം മതി സ്വർഗരാജ്യം അവകാശമാക്കാമെന്ന. പക്ഷെ അങ്ങേക്ക് ആരുടെ പേരെ ഞങ്ങൾ പറയാൻ പോണേ? അങ്ങയുടെ പേരെ ഞങ്ങൾ പറയാൻ പോണേ. അങ്ങേക്ക് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ ഒന്ന് മൈക്ക് കർത്താവിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് എന്താ പറയുന്നത് അവിടെ നമുക്ക് വായിക്കാം. വായിച്ചട്ടെ. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന്, അപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിക്കുക, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇതിന്റെ ആ ചോദ്യത്തിന്റെ ചോദ്യം ഇതാണ്, സ്വർഗരാജ്യം അവകാശമാക്കുന്ന രക്ഷയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യം. ആമേൻ. അവിടെ കർത്താവ് എന്ത് ഉത്തരമാണ് അവരോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. നേരത്തെ നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, ആ ഇടുക്കുവാതിൽ കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പോ ചുരുക്കം പേര് അത് കണ്ടെത്തുന്നുള്ളൂ. ആമേൻ. ഈ കണ്ടെത്താതെ പിന്നെ നമുക്ക് അതിലൂടെ കടക്കാൻ പറ്റുമോ? പറ്റില്ല. ചുരുക്കം പേരെ അത് കണ്ടെത്തുന്നുള്ളൂ. ഇവിടെ കർത്താവ് പറയുകയാണ്, ആ കണ്ടെത്തുന്നവരിൽ പലരും ഇടുക്കുവാതിലൂടെ കടക്കാൻ നോക്കും. ആമേൻ. അപ്പൊ പറയാണ്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. പലരും കടക്കുവാൻ നോക്കും. അതെന്താ ഈ നോക്കൂന്ന് പറഞ്ഞ? ചിലരോട് പറയാനല്ല, നീ കൊല്ലം SSLC പാസ്സാകുമോ? ഓ, ഞാനൊന്ന് നോക്കുക, ഞാനൊന്ന് ട്രൈ ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇന്ന് സഭയില് പലരോട് ചോദിച്ച, നീ സ്വർഗരാജ്യം അവകാശമാക്കോ? ആർക്കറിയാം? ഞാനും അരക്കയ്യെ നോക്കുക. ഇവിടെ കർത്താവ് അതിന്റെ ഉത്തരം ഇപ്പോഴേ പറഞ്ഞു, പലരും കടക്കുവാൻ നോക്കും. കഴിയുകയില്ലതാനും. അതിന്റെ ഉത്തരം എന്താ? റിസൾട്ട് എന്താ? കഴിയുകയില്ലതാനും. പലരും കടക്കുവാൻ നോക്കും. കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഇവിടെ പലരും കടക്കുവാൻ നോക്കും.
അതിന്റെ ഉത്തരമാണ് കഴിയുകയില്ല താനും. ആമേൻ, ഹല്ലേലൂയ. പിന്നെ കടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ വാക്യം പറയുന്നേ? ഇടുക്കുവാതിലൂടെ കടക്കുവാൻ എന്തു വേണം? പോരാടുവിൻ. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ സഭയിൽ യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണെടുക്കപ്പെട്ട ദൈവമൈതലേ, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ഒരിക്കലായി വിശ്വാസത്തിന്റെ പോരാട്ടം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് ഒരിക്കലായി വിശ്വാസത്തിന്റെ പോരാട്ടം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. ആമേ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കൈവൊക്കിയെന്നും പറഞ്ഞ് പിന്നെ അത് മതി എന്നുള്ള ലോകത്തിന്റെ പ്രസംഗം കേൾക്കാതെ സാക്ഷാൽ ദൈവപുത്രന്റെ പ്രസംഗം കേട്ട് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ എന്തു വേണം? പോരാടണം. ആരോട് പോരാടണം? ഏത് ശത്രു? ആരുടെ ശത്രു? പിശാചല്ല. എന്റെ സ്വയത്തെ കീഴടക്കണം. ആമേൻ. വചനം അനുസരിക്കുവാൻ തടസ്സം ഞാൻ തന്നെയാന്നേ. എന്റെ സ്വന്തം ചിന്തകളും സ്വന്തം ഇഷ്ടങ്ങളും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ച നീ ആദ്യം ചെയ്യേണ്ട കാര്യം നിന്റെ ശത്രുവിനെ നീ ത്യജിക്കണം. നീ നിന്റെ സ്വയത്തെ ത്യജിക്കണം. ആമേൻ. നീ നിന്റെ സ്വയത്തെ ത്യജിക്കണം. അല്ല എങ്കിൽ നിനക്ക് എന്നെ പിന്തുടരാൻ കഴിയത്തില്ലെന്നേ. നീ നിന്റെ സ്വയത്തെ ത്യജിക്കണം. നിങ്ങൾ ഒരുവൻ എന്നെ അനുഗമിക്കാൻ, എന്റെ പോക്കറ്റിനെ അനുഗമിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എന്റെ പോക്കറ്റ് ഏതാണെന്നറിയോ? അനുഗ്രഹം. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹത്തെ അനുഗമിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നീ എന്ത് ചെയ്യണം? ആദ്യം നീ തന്നെത്താൻ ത്യജിക്കണം. നിന്റെ സ്വന്തം ഇഷ്ടങ്ങളെ, സ്വന്തം ആഗ്രഹങ്ങളെ ഇതെല്ലാം നീ ത്യജിച്ച് പിന്നെ തന്റെ ക്രൂസ് എടുത്ത്, അതായത് യേശു നമുക്ക് തരുന്ന യേശുവിന്റെ മുഖമെടുത്ത് യേശുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞ ഞെരുക്കോന്നൊക്കെ പറഞ്ഞ് ഇപ്പഴാ എടുത്ത മനസ്സിലായല്ലേ? ഇടുക്ക് വഴി ഇടുങ്ങിയതാണ്, അതായത് വാതിലിടുങ്ങിയതാണ്, വഴി ഞെരുങ്ങിയതാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പോഴാ മനസ്സിലായ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ടത് ഒന്ന് കൈവക്കി ഒന്ന് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. സത്യമാണ്. കൈവക്കി നമ്മൾ ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാം രക്ഷിക്കപ്പെട്ടോ. എന്തിൽ നിന്ന്? നമ്മുടെ കഴിഞ്ഞകാല പാപത്തിൽ രക്ഷിക്കപ്പെട്ടോ. ഇതാണ് മത്തായി 1:21 പറയുന്നത്. എന്താണ് രക്ഷ എന്ന് പോലും സഭയിനുള്ളിലുള്ള ജനത്തിന് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ ചിന്തകൾ മുഴുവൻ ദൈവത്തിന്റെ പോക്കറ്റാ. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ ദൈവം ഒന്നെങ്കിൽ കേൾക്കട്ടെ. നീ ദൈവത്തിലേക്ക് വന്ന് കേൾക്ക. ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് മാത്രം എന്തിനാ വിരൽ ചൂണ്ടുന്നത്? ആമേൻ. ഒരിക്കല് ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് തന്റെ സമ്പത്തെല്ലാം വാങ്ങിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം ഒരു ശുശ്രൂഷയിൽ ജനത്തോട് ചോദിച്ചു, ഈ ധൂർത്തപുത്രന് എന്തൊക്കെ നഷ്ടപ്പെട്ടു? അപ്പോ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം പറയുകയാണ്, ധൂർത്തപുത്രന് നല്ല നാന്തര ഒരു ബംഗ്ലാവ് പോയി. പിന്നെ ധൂർത്തപുത്രന് ആ പിതാവ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ അനുഗ്രഹങ്ങൾ ആ ധൂർത്തപുത്രന്റെ പിതാവ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പോയി. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഓരോരുത്തരും അവരുടേതായ ഹൃദയത്തിനൊത്ത് പറഞ്ഞു. കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലേ വായ പ്രസ്താവിക്കുന്നത്. ആമേൻ. പക്ഷെ ഒരുവൻ പോലും പറഞ്ഞില്ല ആ ധൂർത്തപുത്രനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്താണ്. ധൂർത്തപുത്രനായ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം അവന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. ആമേൻ. ആ പിതാവിനെ നഷ്ടപ്പെട്ടതോടുകൂടെ അവന് പിതാവിനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ഹല്ലേലൂയ. പ്രിയരെ, ഈ നാളുകളിൽ പിതാവിനുള്ളതിന്റെ പുറകെയല്ല പോകേണ്ടത്, പിതാവിന്റെ പുറകെ വേണം പോകുവാൻ. ആമേൻ. പിതാവിനുള്ളതിന്റെ പുറകെയല്ല, പിതാവിന്റെ പുറകെ കടന്നുപോ. എങ്കിൽ പിതാവിനുള്ളതെല്ലാം നമുക്കുള്ളതാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നവരായ തീരെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാ എന്റെ വചനം അനുസരിക്കാതെ? കാരണം എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ കാത്തുപാലിക്കും. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ എന്റെ പോക്കത്ത് എന്റെ അനുഗ്രഹം മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ, ദൈവത്തിന്റെ വചനം പറയുന്നു, സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:19 വായിച്ച സഹോദരി, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരരെ, ദൈവത്തിന്റെ വചനം പറയാം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഏതാണ് ഈ ആയുസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ആയുസ്? ആ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി മുല കുടിച്ചു തുടങ്ങി, തുടർന്ന് അവിടെ നിന്ന് സെമിത്തേരിയിലേക്കുള്ള യാത്രയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതാണ് ഈ മനുഷ്യായുസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ മനുഷ്യായുസിൽ അതിൽ മാത്രം, അതിന്റെ അനുഗ്രഹങ്ങളിൽ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ചിന്ത ലോകത്തിലെ മെറ്റീരിയലുകളിൽ നിന്ന്, ലോകത്തിലെ അനുഗ്രഹങ്ങളിൽ നിന്ന് എല്ലാം ഒന്നും മാറി ഈ അനുഗ്രഹങ്ങളുടെ ദാതാവായ ദൈവത്തിലേക്ക് നമ്മുടെ ചിന്ത കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന സുവിശേഷമല്ല, പകരം ദൈവത്തെ സന്തോഷിപ്പിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്ന സുവിശേഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യരുടെ കർണരസമാകുമാറും മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നവർ ധാരാളം ഉണ്ടായിരിക്കുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നടത്തി കൊടുക്കുന്നവരെയാണ്. ഇതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:21 സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവൻ ഒരുവൻ പോലും ഇല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പ്രിയ പൈതലേ, ഏതെങ്കിലും 1-2 വ്യക്തിയെങ്കിലും സ്വർഗത്തിലെ ദൈവം കാണട്ടെ കർത്താവിന്റെ കാര്യം നോക്കുന്ന 1-2 വ്യക്തിയെങ്കിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, മനസ്സിലാക്കുക, ഈ നാളുകളിൽ പൗലോസിനെ പോലെ നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തുവ്, മരിക്കുന്നത് ലാഭവുമായി തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയ കുഞ്ഞേ, നീ നിനക്ക് വേണ്ടി ജീവിക്കാതെ നീ നിന്റെ കർത്താവിന് വേണ്ടി ജീവിക്ക. നിനക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ഇക്വേഷനാ. എന്താണെന്നറിയാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും, അതായത് ജീവൻ ഈക്വൽ ക്രൈസ്റ്റ്, എങ്കിൽ മരണം ഈക്വൽ പ്രോഫിറ്റ്, ലാഭം. ആമേൻ, ഹല്ലേലൂയ. ഇനി വേറൊരു ഇക്വേഷനുണ്ട്. എനിക്ക് ജീവിക്കുന്നത് ഞാനും, അതായത് ജീവൻ ഈക്വൽ ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. എങ്കിൽ മരണം ഈക്വൽ, നിങ്ങൾ ഫില്ല് ചെയ്തേ, നഷ്ടം. ആമേൻ, ഹല്ലേലൂയ. മരണം നഷ്ടമാവർക്ക്. ഹല്ലേലൂയ. നമുക്ക് എന്ത് നഷ്ടം വരുന്നതിന് മുൻപും നമുക്ക് വലിയ ഭയമുണ്ടാകും. നഷ്ടം വരുന്നതിന് മുമ്പ് വലിയ ഭയം. ശരിയല്ലേ? ശരിയല്ലേ? ഇന്ന് ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന വ്യക്തി ഇന്ന് മരണത്തെ ഓർത്ത് ഭയപ്പെടുന്നുവെങ്കിൽ, പ്രിയരെ, നിങ്ങൾക്ക് വലിയൊരു നഷ്ടം വരാൻ പോവുകയാണ്. വലിയ ഒരു നഷ്ടം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനവനൊന്ന് ചിന്തിച്ചേ, എനിക്ക് മരണം എന്ന് കേൾക്കുമ്പോ ഭയമാണോ? എനിക്ക് മരണം